നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ISLുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുകയാണ് AIFF. അതായത് 13 ടീമുകളായിരിക്കും ഇത്തവണത്തെ ISLനുണ്ടാവുക. കഴിഞ്ഞ തവണത്തെ പോലെ സിംഗിൾ ലെഗ് ടൂർണമെൻ്റ് അല്ല, മറിച്ച് ഫുൾ ഫ്ലഡ്ജഡ് ആണ്. അങ്ങനെ 2 ലെഗുകളുള്ള മത്സരങ്ങൾ തന്നെയായിരിക്കും നടക്കുക എന്ന് ഒഫീഷ്യലി അറിയിച്ചിരിക്കുകയാണ്. നമുക്ക് AIFFൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അതിൽ പറയുന്നത് എങ്ങനെയാണ്: The All India Football Federation, on behalf of the AIFF and the participating clubs, confirmed that the Indian Super League 2026-27 season will proceed with 13 participating clubs playing in a double round-robin format on a home and away basis. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ആ ഒരു കട്ട് ഷോട്ടായിട്ടുള്ള ഷോർട്ട് ഫോർമാറ്റിലല്ല, ഇത്തവണ വളരെ വിപുലമായിട്ട് തന്നെ, അതായത് ഹോം ആൻഡ് അവേ രൂപത്തിൽ റൗണ്ട് റോബിൻ ഫോർമാറ്റിൽ ഇത്തവണ ലീഗ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. 13 ടീമുകളായിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഡയമണ്ട് ഹാർബർ പുറത്തായി എന്നർത്ഥം. ഇന്നലെയാണ് അവർക്ക് പാർട്ടിസിപ്പേറ്റിംഗ് ഫീയുടെ 2ാം ഗഡു അടക്കാനുള്ള അവസാന ദിവസമായിട്ട് ഡെഡ് ലൈൻ വെച്ച് കൊടുത്തിരുന്നത്. അവർക്കത് അടക്കാൻ കഴിഞ്ഞില്ല. അവർ ഇത്തവണ ISL കളിക്കാനുണ്ടാവില്ല, അവർ പുറത്താകുന്നു. ബാക്കി 13 ടീമുകൾ, കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള 13 ടീമുകൾ, പിന്നെ JFCക്ക് പകരം ചർച്ചിൽ ബ്രദേഴ്സ് ആയിരിക്കും എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും 13 ക്ലബ്ബുകൾ വെച്ച് ഇത്തവണ വിശദമായിട്ട് റൗണ്ട് റോബിൻ ഫോർമാറ്റിൽ ഹോം ആൻഡ് അവേ രൂപത്തിൽ ടൂർണമെൻറ്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി കിക്ക് ഓഫ് ഡേറ്റ് അത് ഇപ്പോൾ ഒഫീഷ്യലി അറിയിച്ചിട്ടില്ല, പക്ഷെ അത് പറയുന്നുണ്ട്: ദി കിക്ക് ഓഫ് ഡേറ്റ് ഫോർ ദി ISL 2026-27 സീസൺ വിൽ ബി അനൗൺസ്ഡ് ഇൻ ഡ്യൂ കോഴ്സ്. പിന്നാലെ വരുന്ന മുറക്ക് എന്നാണ് കിക്ക് ഓഫ് ഡേറ്റ് എന്നുള്ളത് അറിയിക്കാം എന്ന് പറയുന്നു. പിന്നെ ഈ സീസണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇൻക്ലൂഡിങ് ഫിക്സ്ചേഴ്സ് അതൊരു സെപ്പറേറ്റ് കമ്മ്യൂണിക്കേഷനിലൂടെ അറിയിക്കാം എന്നുകൂടി സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. പിന്നെ ഒരു ക്ലബ് റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: വി ആർ പ്ലീസ്ഡ് ടു ഗെറ്റ് ദി നമ്പർ ഓഫ് ടീംസ് ലോക്ക്ഡ് ഇൻ ഫോർ ദി സീസൺ. ദിസ് നൗ അലൗസ് അസ് ടു മൂവ് ഫോർവേഡ് വിത്ത് എസെൻഷ്യൽ കൊമേഴ്ഷ്യൽ ഡിസ്കഷൻ ആൻഡ് ഫിക്സ്ചർ പ്ലാനിങ് ഫോർ ദി ലീഗ് എന്നാണ്. അതായത് കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഒരു വ്യക്തത വന്നു. ഇനി ഫിക്സറും കാര്യങ്ങളും തീരുമാനിക്കുന്നതിലും അതുപോലെ കൊമേഴ്ഷ്യൽ ഡിസ്കഷനും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാം എന്നാണ് ക്ലബ് റെപ്രസെൻറ്റേറ്റീവ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കാര്യങ്ങൾ ഡെഡ്ലോക്കൊക്കെ മാറി മുന്നോട്ട് പോകുന്നെന്ന് വേണം മനസ്സിലാക്കാൻ. ഒക്ടോബർ 9 10 ഒക്കെ ആയിരിക്കും ഇത്തവണത്തെ ISL ആരംഭിക്കുന്ന ഡേറ്റ് എന്ന് പല സോഴ്സുകളും പറയുന്നുണ്ട്, പക്ഷേ ഒഫീഷ്യലായിട്ടില്ല. എന്തായാലും കാര്യങ്ങൾ തീരുമാനമായിരിക്കുന്നു. 13 ടീമുകൾ വെച്ച് ഹോം ആൻഡ് അവേ ഫോർമാറ്റിൽ റൗണ്ട് റോബിൻ ലീഗ് സിസ്റ്റത്തിൽ ഇത്തവണ വളരെ ബൃഹത്തായ രൂപത്തിൽ ISL നടക്കാൻ പോകുന്നു. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റായി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.